ദാ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ? ചപ്പാത്തി വെച്ചിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നൂഡിൽസാണ്. ആദ്യം പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഓയിലായാലും ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് കുറച്ച് ക്യാരറ്റും മട്ടറും പിന്നെ നമ്മുടെ ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഉപ്പൂടെ ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിനൊന്നും അധികം വേവില്ലേ. ഒന്ന് കുക്കായി വന്നു കഴിയുമ്പോൾ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് വേണ്ടവർക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 1-2 മുട്ട ചേർത്ത് കൊടുക്കുക. എത്രത്തോളം ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് എടുക്കാവേ. അപ്പോൾ അത് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു സൈഡ് കുക്കായി വന്നു കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഒരു 1.5 സ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ ചപ്പാത്തി, നമ്മുടെ ഒരു 2 ചപ്പാത്തി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ആ ചൂടൊന്ന് അടിക്കുമ്പോൾ തന്നെ ഈ ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുവേ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ ആ യെല്ലോ പോർഷൻ ഒന്ന് മാറ്റിയിട്ട് ആ വൈറ്റ് പോർഷൻ മാത്രം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നമ്മുടെ ആ യെല്ലോ പോർഷനും കൂടെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തി വെച്ചിട്ട് റെഡിയാക്കി. ചപ്പാത്തി വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്